കൊല്ലം കരുനാഗപ്പള്ളിയിൽ ടിയർ ഗ്യാസ് പരിശീലനത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. 2 വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 3 പേർക്കാണ് ടിയർ ഗ്യാസ് പൊട്ടി പരിക്കേറ്റിരിക്കുന്നത്. കരുനാഗപ്പള്ളി സബ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് വിവരം. അരുൺരാജ് കൊല്ലത്തുനിന്ന്. അരുൺരാജ്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN കരുനാഗപ്പള്ളി സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇന്ന് ചവറയിൽ വെച്ചാണ് ഈ ടിയർ ഗ്യാസും അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി അടക്കമുള്ള പരിശീലനം നൽകിയത്. ഇത് പരിശീലനത്തിനിടയിലാണ് അല്പസമയം മുമ്പ് ഈ ടിയർ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഈ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ചവറ പോലീസ് സ്റ്റേഷനിലെ 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലെ ഒരു സിവിൽ പോലീസ് ഓഫീസർക്കുമാണ് പരിക്കേറ്റത്. 3 പേരെ ഇപ്പോൾ ചവറ ഫൗണ്ടേഷൻ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ 2 പേരെ അവിടെ നിന്ന് ഇപ്പോൾ കൊല്ലത്തേക്ക് കൊണ്ടുവരുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ തെക്കുംഭാഗത്തുള്ള സിവിൽ പോലീസ് ഓഫീസർ നേരത്തെ തന്നെ ചില ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് എറണാകുളത്ത് നിന്ന് തെക്കുംഭാഗത്തേക്ക് ട്രാൻസ്ഫർ ആയി വന്ന ഉദ്യോഗസ്ഥരാണ്. അയാൾക്കാണ് ഈ കൈക്കടക്കം പരിക്കേറ്റിരിക്കുന്നത്. ടിയർ ഗ്യാസ് ആദ്യം ഉപയോഗിച്ചിരുന്നു, പക്ഷേ അത് പൊട്ടിയില്ല. പിന്നീട് അത് വീണ്ടും ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ടിയർ ഗ്യാസ് പൊട്ടിത്തെറിച്ചത്. ഈ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പ്രാഥമിക ചികിത്സ ഇപ്പോൾ നൽകി വരികയാണ്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തും എന്നുള്ളതാണ് കരുനാഗപ്പള്ളി ACP ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ ശബരിമല മണ്ഡലകാല അളവിൽ ഇത്തരം പരിശീലനം നൽകരുതെന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. എന്നിട്ടും ആ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിശീലനം കരുനാഗപ്പള്ളി സബ് ഡിവിഷനിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.